കേസുകളെ പോലെ വരുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെ ആയിരിക്കണം. ഇതൊരു എഴുതിയ ബുക്കുകൾ 17-ലധികം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ള ഏതൊരു കാര്യത്തെയും പറ്റി കൃത്യമായി അഭിപ്രായം പറയുന്ന ഒരു ചന്ദ്രനെ പോലെ ഉദിച്ചു നിൽക്കുന്ന മാത്യു ചന്ദ്രകുന്നേലച്ചൻ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരുടെയും പേരിൽ മാത്യു ചന്ദ്രകുന്നേലച്ചനെ ഏറ്റവും ആദരവോടെ നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യും. നമുക്കറിയാം, ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ യൂത്തന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂജൻ കുട്ടികൾ നല്ല കൈയടി കൊടുത്ത ഒരാളാണ് അർജുൻ കടുത്തുരുത്തി. നമ്മുടെ ഇരിക്കുണ്ടോ എന്താ തലയെടുപ്പ് ഗുരുവായൂർ കേശവനെ പോലെ വരുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെ ആയിരിക്കണം. ഇതൊരു മോട്ടിവേഷനാണ്. ഈ പ്രതിഭാ സംഗമം എന്നതിനേക്കാളുപരി ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് കൂടെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കടുത്തുരുത്തിയ കലാകാരന് നിറഞ്ഞ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം ആരെല്ലാം അഭിനയിച്ചാലും നമ്മളെയൊക്കെ അത് കാണിക്കണമെങ്കിൽ അതിന് ലിസ്റ്റിഷിപ്പം വേണം. വളർന്നു വരുന്ന ഒരു കലാകാരൻ പക്ഷെ മനസ്സില് കോട്ടയം അയ്യപ്പാസ് പോലെ കണ്ടാൽ ആളൊരു കൊച്ചു മനുഷ്യൻ, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുമാത്രമാണ്. കഴിഞ്ഞ വർഷത്തെ പ്രസംഗം ഇന്നും മനസ്സിലുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് അത് ഓർക്കുന്നുണ്ട്. അത് അന്ന് വന്നിരുന്ന ഓരോ കുട്ടികളുടെയും മനസ്സിൽ ഹൃദയത്തിൽ എഴുതി ചേർത്തിട്ട് വെച്ചിട്ടാണ് പോയത്. അപ്പൊ ഒരു സിനിമാക്കാരന്, ഒരു സംവിധായകന്, അല്ലെങ്കിൽ ഒരു സിനിമാ നിർമ്മാതാവിന്, അല്ലെങ്കിൽ ഇപ്പൊ തിയേറ്റർ ഉടമകളായി മാറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് നമ്മളേക്ക് എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. പ്രിയപ്പെട്ട ലിസിൻ സ്റ്റീഫൻ സാറിന് നിറഞ്ഞ ആദരവോടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.